പേർഷ്യൻ ഗൾഫ് ദ്വീപുകളിൽ UAE അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെ ചൈനീസ് അംബാസഡറെ വിളിച്ചു വരുത്തി ഇറാൻ. ചൈന UAE സംയുക്ത യോഗത്തിൽ UAE അധികൃതർ നടത്തിയ പ്രസ്താവനകളാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പേർഷ്യൻ ഗൾഫ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ മുഹമ്മദ് അലി ബാക്കി അംബാസഡർ കോങ് പീവുവിനെ വിളിച്ചു വരുത്തി വിശദീകരണം തേടിയതായാണ് റിപ്പോർട്ട്. യോഗത്തിലെ പ്രസ്താവനകളിൽ പേർഷ്യൻ ഗൾഫിലെ 3 ദ്വീപുകളെക്കുറിച്ച് അടിസ്ഥാനരഹിതമായി UAE അവകാശവാദം ഉന്നയിച്ചുവെന്നാണ് ഇവർ പറയുന്നത്. ഈ ദ്വീപുകൾ ഇറാൻ മണ്ണിന്റേതാണ്. UAEയുടെ പ്രസ്താവനയിൽ ചൈന നിലപാട് വ്യക്തമാക്കണം, ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പേർഷ്യൻ ഗൾഫിലെ അബു മൂസ, ഗ്രേറ്റർ ലെസർ ഡൺബസ് എന്നീ ദ്വീപുകൾ ഇറാന്റെ ഭാഗമാണ്. ഇതിനെ സാധൂകരിക്കുന്ന ചരിത്രപരവും നിയമപരവും ഭൂമിശാസ്ത്രപരവുമായ രേഖകൾ കൈവശമുണ്ടെന്ന് ഇറാൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഈ ഔദ്യോഗിക രേഖകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ UAE നടത്തുന്ന അവകാശവാദം അടിസ്ഥാന രഹിതമാണെന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടി. 1921 ഈ 3 ദ്വീപുകളും ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായിരുന്നു. പിന്നീട് 1971 നവംബർ 30 ബ്രിട്ടീഷ് സൈന്യം ദ്വീപുകളിൽ നിന്നും പിന്മാറി. തുടർന്ന് UAE ഒരു ഔദ്യോഗിക ഫെഡറേഷനായി മാറുന്നതിന് മുൻപേ ദ്വീപുകളുടെ മേൽ ഇറാന്റെ പരമാധികാരം പുനഃസ്ഥാപിച്ചുവെന്നാണ് രേഖകൾ പറയുന്നത്. ഇറാന്റെയും അറേബ്യൻ മുനമ്പിന്റെയും ഇടയിലുള്ള കടലിടുക്കിനെയാണ് പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്നത്. ഇവിടെ അബു മൂസ, ഗ്രേറ്റർ ലെസർ ഡൺബസ് എന്നിവയടക്കം നിരവധി ദ്വീപുകൾ നിലനിൽക്കുന്നുണ്ട്. അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ചൈനയ്ക്ക് വൻ തിരിച്ചടിയായി ഇന്ത്യയും ഇറാനും തമ്മിൽ ചബഹാർ തുറമുഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിർണായക കരാറിൽ ഒപ്പുവെച്ചത്. ഈ കരാർ ചൈനയ്ക്കും പാകിസ്ഥാനും കനത്ത തിരിച്ചടിയായെന്നാണ് വിലയിരുത്തപ്പെട്ടത്. പാകിസ്ഥാനിൽ ഗ്വാദർ തുറമുഖം നിർമ്മിക്കുന്നത് ചൈനയാണ്. ഗ്വാദർ തുറമുഖത്തിനും ചബഹാർ തുറമുഖത്തിനും ഇടയിൽ റോഡ് മാർഗം 400 കിലോമീറ്റർ ദൂരമുണ്ട്. അതേസമയം കടലിലൂടെയുള്ള ദൂരം ഏകദേശം 100 കിലോമീറ്റർ ആണ്. ചബഹാർ തുറമുഖത്തിലൂടെ ഇറാനുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നത് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിലേക്ക് ഇന്ത്യക്ക് വാതിൽ തുറക്കും. ഇന്ത്യ, ഇറാൻ, റഷ്യ, യൂറോപ്പ്, അഫ്ഗാനിസ്ഥാൻ, അർമേനിയ, അസർബൈജാൻ, മധ്യേഷ്യ എന്നിവയ്ക്കിടയിൽ കടൽ, റെയിൽ, റോഡ് മാർഗം ബന്ധപ്പെട്ട് കിടക്കുന്ന 7200 കിലോമീറ്റർ വിവിധതല ഇടനാഴിയാണ് INSTC. ഇത് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിനെ മുംബൈയുമായും ബന്ധിപ്പിക്കുന്നു. ചബഹാർ തുറമുഖത്ത് ഇന്ത്യയുടെ സാന്നിധ്യം ചൈനയെയും പാകിസ്ഥാനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നു. ഇതിനുള്ള മറുപാരയാണോ UAEയുമായി ചേർന്ന് ചൈന നടത്തുന്നതെന്നാണ് ഇറാന്റെ സംശയം. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.